Dear students, welcome back to our English classes. So today we have to discuss parts of speech. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചൊരു ഏരിയ പറയുന്നുണ്ട്. സോ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചുള്ളൊരു ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. ഇപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. അത് ചെറുതായിട്ട് അതിൻ്റെ ഒരു ഒരു സർഫസ് മീനിങ് മാത്രമേ നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ഒരു ഔട്ട്ലയർ ലേണിംഗ് ആ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം. സ്കൂൾ ലെവലിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ളത്, അല്ലേ? ഇംഗ്ലീഷിൽ പലപ്പോഴും കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരാറുള്ളത് ഗ്രാമർ പാർട്ടാണ്. അപ്പോൾ അതിലുള്ളൊരു സംഭവമാണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശരിക്കും? അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളായിട്ട് എന്താണ് സംഭവം, പാർട്സ് ഓഫ് സ്പീച്ച് എന്താണ് സംഭവം എന്താണ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി തരിക എന്നുള്ള മാത്രം ആ ഒരു എയിം മാത്രമേ ഉള്ളൂ. സോ സിമ്പിൾ സെൻറ്റൻസസ് ആയിരിക്കും, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ആൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൻറ്റൻസസ് മെയ്ഡ് അപ്പ് ഓഫ് വേർഡ്സ്. വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു 8 different classes. These are known as parts of speech. അതായത് നമ്മൾ ഈ സെൻറ്റൻസുകൾ ഉണ്ടല്ലോ, നമുക്കറിയാം സെൻറ്റൻസുകൾ ഉണ്ടാവുന്നത് എന്തൊക്കെ കൂടി ചേർന്നിട്ടാണ് സെൻറ്റൻസ് ഉണ്ടാവുന്നത്? സിമ്പിൾ വേർഡ്സുകൾ കൂടി ചേർന്നിട്ടാണ് സെൻറ്റൻസ് ഉണ്ടാവുന്നത്, അല്ലേ? ലോട്ട് ഓഫ് വേർഡ്സ് ആർ ദർ ആൻഡ് ദാറ്റ് മേക്ക് എ സെൻറ്റൻസ്. ആ വേർഡ്സുകളൊക്കെ കൂടി ചേർന്നിട്ടാണ് ഒരു സെൻറ്റൻസ് ആയിട്ട് മാറുന്നത്. സോ ഈ വേർഡ്സിനെ നമ്മൾ 8 ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ്? വേർഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേർഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഡോണ്ട് ഫോർഗെറ്റ്, പാർട്സ് ഓഫ് സ്പീച്ച് മീൻസ് ദാറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ്. ഓക്കെ, സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നേരത്തെ പറഞ്ഞു 8 എണ്ണമാണ് എന്നുള്ളത്, അല്ലേ? സോ പാർട്സ് ഓഫ് സ്പീച്ച് 8 എണ്ണം ഉണ്ട്. ആ 8 പാർട്സ് ഓഫ് സ്പീച്ചുകളാണ്. അതിൽ ആദ്യത്തെ ഒരു 4 പാർട്സ് ഓഫ് സ്പീച്ചുകളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ആൾ ആദ്യം ആ ഒരു 8 പാർട്സ് ഓഫ് സ്പീച്ചുകൾ ഏതൊക്കെയാണെന്നുള്ളത് പറയാം. നൗൺ ഈസ് ദർ, പ്രനൗൺ ഈസ് ദർ, അഡ്ജക്റ്റീവ് ഈസ് ദർ, വെർബ്, അഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജക്ഷൻ ആൻഡ് ഫൈനലി ഇൻ്റർജെക്ഷൻ. ഇത്രയും പാർട്സ് ഓഫ് സ്പീച്ചുകൾ, അതായത് നൗൺ, പ്രനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജക്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ. ഇതാണ് 8 ക്ലാസ്സുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 8 പാർട്സ് ഓഫ് സ്പീച്ചുകൾ. ഓക്കെ, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചുകൾ. സോ ഇതിലുള്ള പലതും നിങ്ങൾക്ക് സ്കൂൾ ടൈം മുതലേ നിങ്ങൾ കേട്ട് ശീലിച്ച സംഭവങ്ങളായിരിക്കാം. അത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇതിലുള്ള ആദ്യത്തെ 4 എണ്ണം നൗൺ, പ്രനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ഈ 4 എണ്ണമാണ്. ഈ ഒരു 4 എണ്ണമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സോ ഡോണ്ട് ഫോർഗെറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് മീൻസ് അതെന്താണ്? വേർഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ, വേറെ വലിയ ഡെഫിനേഷനിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. വേർഡ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 8 എണ്ണം ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൗൺ, പ്രനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജക്ഷൻ ആൻഡ് ഫൈനലി ഇൻ്റർജെക്ഷൻ. സോ അതിലുള്ള ആദ്യത്തെ 4 പാർട്സ് ഓഫ് സ്പീച്ചുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നൗൺ, പ്രനൗൺ, അഡ്ജക്റ്റീവ് ആൻഡ് വെർബ്, ഈ 4 എണ്ണം. ഇതിൽ ആദ്യത്തേത് നൗൺ ആണ്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? സിംപ്ലി നൗൺ ഈസ് എ നെയിം ഓഫ് പേഴ്സൺ, പ്ലേസ് ഓർ തിങ്സ്. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് PPT എന്ന് പറയാറുണ്ട്. ഇവിടെ PPT എന്ന് ഉദ്ദേശിക്കുന്നത് P എന്ന് പറയുന്നത്, ഫസ്റ്റ് P എന്ന് പറയുന്നത് എന്താണ്? പേഴ്സൺ. രണ്ടാമത്തെ P എന്ന് പറയുന്നത് പ്ലേസ്. ആൻഡ് പിന്നെ ഉള്ളത് T ആണ്, അത് തിങ്സ്. സോ ഇറ്റ് ഈസ് ഇൻ ഷോർട്ട് എ നെയിം. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പേരാണ്, നെയിമാണ്. എന്തിൻ്റെയൊക്കെ? 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. പേഴ്സൺ, പ്ലേസ് ഓർ തിങ്സ്. വ്യക്തികളുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളുടെയോ അതല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളുടെയോ നാമത്തിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. സോ നൗൺ ഈസ് എ നെയിം ഓഫ് പേഴ്സൺ, പ്ലേസ് ഓർ തിങ്സ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എന്നെക്കുറിച്ച് പറയുമ്പോൾ സുബീഷ്, അതെന്താണ്? അത് നൗണാണ്, കാരണം അതൊരു പേഴ്സൺ, അല്ലേ? നെയിം ഓഫ് എ പേഴ്സൺ, അതുകൊണ്ട് അതൊരു നൗണാണ്. ഓക്കെ, ദെൻ മലപ്പുറം എന്ന് പറയുമ്പോൾ അതെൻ്റെ പ്ലേസാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്? നൗണാണ്, കാരണം നെയിം ഓഫ് എ പ്ലേസ്. ഓക്കെ, ദെൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള പെൻ, അത് എന്താണ്? അതൊരു വസ്തുവാണ്, തിങ് ആണ്, അല്ലേ?
അതൊരു വസ്തുവാണ്, ഒബ്ജക്റ്റാണ്. അപ്പോൾ നെയിം ഓഫ് തിങ്സ് അതിനെ നമ്മൾ നൗൺ എന്ന് വിളിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൗൺ ഈസ് എ നെയിം ഓഫ് പേഴ്സൺ, പ്ലേസ് ഓർ തിങ്സ്. ഇനി ഈ നൗണിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 4 തരത്തിലുള്ള നൗണുകളുണ്ട്. ഹിയർ നൗൺസ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 4. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ ആൻഡ് ഫൈനലി അബ്സ്ട്രാക്റ്റ് നൗൺ. വൺസ് അഗെയിൻ, പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ ആൻഡ് ഫൈനലി അബ്സ്ട്രാക്റ്റ് നൗൺ. ഇത് ഓരോന്നും എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പ്രോപ്പർ നൗൺ ഫസ്റ്റ്. പ്രോപ്പർ നൗൺ മീൻസ് ആ പേരിൽ തന്നെയുണ്ട്, പ്രോപ്പറായിട്ട് പറയുന്ന പേരുകളാണ്. ഓക്കെ, പ്രോപ്പറായിട്ട് പറയുന്ന പേരുകളാണ് ഈ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നൗണിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചില്ലേ? അതായത് നൗൺ ഈസ് ദ നെയിം ഓഫ് പേഴ്സൺ, പ്ലേസ് ഓർ തിങ്സ് എന്ന് പറഞ്ഞില്ലേ? ആ സെയിം ഡെഫിനിഷൻ തന്നെയാണ് പ്രോപ്പർ നൗണിൽ നമുക്ക് കൊടുക്കാൻ പറ്റുക. ഓക്കെ, കാരണം ഒരു വ്യക്തിയുടെ പേരോ അതല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെയോ പ്രോപ്പറായിട്ടുള്ള ശരിയായിട്ടുള്ള നാമത്തിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് വിളിക്കുക. നേരത്തെ നൗണ് നമ്മൾ പഠിച്ചില്ല, നൗണിൻ്റെ എക്സാമ്പിൾ പഠിച്ചില്ല, അല്ലെങ്കിൽ നൗൺ എന്താണെന്ന് പറഞ്ഞില്ല. അതുതന്നെയാണ് പ്രോപ്പർ നൗണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ജാക്കി ഈസ് എ സ്റ്റുപ്പിഡ് ബോയ്. ജാക്കി ഈസ് എ സ്റ്റുപ്പിഡ് ബോയ് എന്ന് പറയുന്നിടത്ത് ജാക്കി എന്നുള്ളതാണ് എന്ത്? പ്രോപ്പർ നൗൺ. ഓക്കെ, ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയുന്നൊരു സെൻറ്റൻസ്, അതിൽ ഇന്ത്യ എന്ന് പറയുന്നതാണ് എന്ത്? പ്രോപ്പർ നൗൺ. ഇനി രണ്ടാമതായിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക, കോമൺ നൗൺ ആണ്. കോമൺ നൗണ്, പിന്നെ മൂന്നാമതായിട്ടുള്ളത് കളക്റ്റീവ് നൗണ്. ഇത് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോവാറുണ്ട്. ഈ കോമൺ നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ, അത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില നെയിംസാണ്, അങ്ങനെ മനസ്സിലാക്കിയെടുത്താൽ മതി. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ചില നാമങ്ങൾ. ഫോർ എക്സാമ്പിൾ ജാക്കി ഈസ് എ ബോയ്. ജാക്കി ഈസ് എ ബോയ്. ഇവിടെ ജാക്കി എന്നുള്ളത് ഏത് നൗണാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, അത് പ്രോപ്പർ നൗണാണ്. ബോയ് എന്ന് പറയുന്നതാണ് കോമൺ നൗൺ. അതായത് ആൺകുട്ടികൾ അല്ലേ, ഇപ്പോൾ കുറച്ച് കുട്ടികൾ നമ്മൾ പൊതുവായിട്ട് കോമൺ ആയിട്ട് വിളിക്കുന്നൊരു പേരല്ലേ ബോയ് എന്ന് പറയുന്നത്, അതാണ്, അത്രയേ ഉള്ളൂ. പേര് പോലെ തന്നെ കോമൺ നൗൺ. അതുപോലെ വേറെ എന്തൊക്കെ വരും? ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഓക്കെ, ഗേൾസ്. ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? കോമൺ നൗണിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണ്, കോമൺ ആയിട്ട് പറയുന്ന പേരുകൾക്കാണ് എന്തെന്ന് പറയുന്നത്? കോമൺ നൗൺ എന്ന് പറയാം. സിമ്പിളാണ്. അത് വലിയ രീതിയിലുള്ള ഡെഫിനിഷൻസിലേക്കൊന്നും നിങ്ങളിപ്പോൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ടർ ലെയർ മീനിങ്, അതെന്താണ് സംഭവം എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അത്രയേ നിങ്ങൾക്ക് ഉള്ളൂ. പിന്നെ കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ ഈ കോമൺ നൗണിൻ്റെയും കാട്ടിയും കുറച്ചും കൂടി എന്നാണ് കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ നമ്പർ ഓഫ് പേഴ്സൺസ് ഓർ തിങ്സ് ഇൻ എ ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ പോലീസ്, ആർമി എന്നൊക്കെ പറയുന്ന സമയത്ത് അതിലൊരുപാട് പേരുണ്ട്. ഇപ്പോൾ ബോയ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരാളെയൊക്കെ മനസ്സിൽ വരുന്നുള്ളൂ അല്ലേ, ബോയ്. അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ളൊരു മാസ് എന്നുള്ളൊരു മീനിങ്ങിലുള്ളൊരു ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. പക്ഷെ ഒരു ആർമി എന്നൊക്കെ പറയുമ്പോൾ അതിലൊരുപാട് പേര് എന്നുള്ളൊരു മീനിങ് നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ നമ്പർ ഓഫ് പേഴ്സൺസ് ഓർ തിങ്സ് ഇൻ എ ഗ്രൂപ്പ്. ഓക്കെ, ആ ഒരു മീനിങ് ആണ് അത് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് ഫൈനലി അബ്സ്ട്രാക്റ്റ് നൗൺസ്. അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്, നമുക്ക് കാണാനോ തൊടാനോ കേൾക്കാനോ ഒന്നും പറ്റാത്ത ചില നൗണുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ചില വേർഡ്സുകളുണ്ട്, അതായത് ലവ്, ഇഷ്ടം, ചാരിറ്റി, വിസ്ഡം, ഇൻ്റലിജൻസ്. ഇതൊന്നും നമുക്ക് തൊടാനൊന്നും പറ്റില്ല, കാണാനൊന്നും പറ്റില്ല. ഓൺലി വി ക്യാൻ ഫീൽ ഇറ്റ്. നമുക്കത് ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ലവ്. ഓക്കെ, നമുക്ക് ലവ് സ്നേഹത്തിന് നമുക്ക് തൊടാൻ പറ്റില്ല, സ്നേഹിക്കുന്നവരെ നമുക്ക് തൊടാൻ പറ്റുള്ളൂ. പക്ഷേ സ്നേഹത്തിന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇറ്റ് സ്റ്റാൻഡ് ഫോർ ദ തിങ്സ് ദാറ്റ് കനോട്ട് ബി ടച്ച്, സ്മെൽ, ഹിയർ ആൻഡ് കനോട്ട് ബി സീ. നമുക്ക് കാണാനോ തൊടാനോ കേൾക്കാനൊന്നും പറ്റാത്ത ചില വേർഡ്സുകളുണ്ട്, അതാണ് ഈ അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ജസ്റ്റ് എന്തിനേ പറ്റുള്ളൂ? എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ. വി ക്യാൻ ഓൺലി ഫീൽ ഇറ്റ്. അത് ഫീൽ ചെയ്യാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ അത്രയും കാര്യം ജസ്റ്റ് അതിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതിനുശേഷം പിന്നീട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നൗൺ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഉള്ളത് ഈ പ്രനൗണാണ്. പ്രനൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പ്രനൗൺ ഈസ് എ വേർഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. ഒരു നൗണിൻ്റെ പകരം ഉപയോഗിക്കുന്ന വാക്കിനെയാണ് പ്രനൗൺ എന്ന് പറയുക.
പ്രനൗൺ ഈസ് എ വേർഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. നൗണിൻ്റെ പകരം. നൗൺ എന്താ? നമ്മൾ പഠിച്ചതാണ്. വ്യക്തികളുടെയോ സ്ഥലത്തിൻ്റെയോ ഒക്കെ പേരുകൾക്കാണ് നമ്മൾ നൗൺ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, എൻ്റെ പേര് സുബീഷ് എന്നാണ് അല്ലേ. അപ്പോൾ അതെന്താണ്? അത് നൗണാണ്. ഇനി അതെങ്ങനെ പ്രൊനൗണിലേക്ക് മാറ്റുന്നത്? പ്രൊനൗൺ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ അത് ആണാണ് ഞാൻ. അപ്പോൾ ഹി എന്ന് പറയാം അല്ലേ, ഹി. ഇനിയിപ്പോൾ സപ്പോസ് ഞാനൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് ഷീ എന്ന് വിളിക്കാം. എൻ്റെ പേരിന് പകരം എനിക്ക് വേണമെങ്കിൽ എൻ്റെ പേര് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഭാഗത്ത് എനിക്ക് ഷീ എന്ന് വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ. അപ്പോൾ ഹി, ഷീ, അവൻ, അവൾ, അതുപോലെ ദേ, വി, ഐ, ഇത്തരം വേർഡ്സ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ വേർഡ്സ് അല്ല, ഇത്തരം നമ്മുടെ പ്രൊനൗൺസാണ് ശരിക്കും ഇത് പറയുക. എന്തായാലും ഇത്തരം വേർഡ്സുകൾ നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഇത്തരം വേർഡ്സുകൾ നമ്മുടെ പേരുകൾക്ക് പകരം ഉപയോഗിക്കുന്നു അല്ലേ. പേരുകൾക്ക് പകരം ഉപയോഗിക്കുന്നവയാണ് ഇത്തരം വേർഡ്സുകൾ. ഹി, അവൻ, അവൾ, അവർ, ഞാൻ, ഇതൊക്കെ പേരിന് പകരം ഉപയോഗിക്കുന്നവയാണ് അല്ലേ. അതിനെയാണ് നമ്മൾ പ്രൊനൗൺ എന്ന് പറയുക. സോ പ്രൊനൗൺ ഈസ് എ വേർഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് എന്ന് പറഞ്ഞാൽ പകരം, ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് പ്രൊനൗൺ എന്ന് പറയുക. ഓക്കെ. പ്രൊനൗണിലും ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളും ഉണ്ട്. അതൊന്നും നിങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്കതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്കത് പിന്നീട് ക്ലാസ്സിൽ നോക്കാം. അതുപോലെ തന്നെ ഇനി മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കാര്യം അഡ്ജക്റ്റീവാണ്. മൂന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച്, അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ക്വാളിഫൈ എ നൗൺ. ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുക. ക്വാളിഫൈ ചെയ്യുക മീൻസ് അതിനെ എടുത്തു കാണിക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയുക. ഞാനൊരു സെൻറ്റൻസ് ആദ്യം പറയാം. ഹീ ഈസ് എ ഗുഡ് ബോയ്. ഹീ ഈസ് എ ഗുഡ് ബോയ്. ഈ ഒരു സെൻറ്റൻസിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ പഠിച്ച ചില സാധനങ്ങളുണ്ട്. ഇവിടെ ഒന്നാമത് ഹി എന്ന് പറയുന്നത് ഏതാണ്? ഏത് പാർട്സ് ഓഫ് സ്പീച്ചാണ്? അത് പ്രൊനൗൺ ആണ്. ബോയ് അത് നൗണാണ്. നൗണിൽ തന്നെ ഏത് ക്ലാസിഫിക്കേഷനാണ്? കോമൺ നൗണാണ്. ഓക്കെ. ഇനി ഇവിടെ ഈ ഒരു സെൻറ്റൻസിൽ ഹി ഈസ് എ ഗുഡ് ബോയ് എന്ന് പറയുന്നിടത്ത് ഈ ബോയ് എന്നുള്ളതിന് തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടോ ഗുഡ് എന്നുള്ളൊരു ക്വാളിറ്റി, ഒരു സവിശേഷത അവിടെ കൊടുത്തത്? അതിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുക. എങ്ങനത്തെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കിട്ടുന്നൊരു ആൻസർ, അതാണ് അഡ്ജക്റ്റീവ്. എങ്ങനത്തെ ബോയാണ് അവൻ? ഗുഡ് ബോയ് ആണ്. ഓക്കെ, ഹീസ് എ ഗുഡ് ബോയ്. മറ്റൊരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. സീത ഈസ് എ ക്ലെവർ ഗേൾ. സീത ഈസ് എ ക്ലെവർ ഗേൾ. അവൾ എങ്ങനത്തെ കുട്ടിയായിരുന്നു? ഷി വാസ് എ ക്ലെവർ ഗേൾ. നല്ല ബുദ്ധിശക്തിയുള്ളൊരു കുട്ടിയായിരുന്നു. ഓക്കെ. അപ്പോൾ അയാളെ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അയാളെ വിശേഷിപ്പിച്ചിരിക്കുന്നു ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക് ഉപയോഗിച്ചിട്ട് അല്ലേ, ഒരു സവിശേഷത ഉപയോഗിച്ചിട്ട് അയാളെ ഒന്ന് വിശേഷണം കൊടുത്തിരിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുക. ക്ലിയർ? യെസ്. ഇനി അഡ്ജക്റ്റീവും ഒരുപാട് ടൈപ്സ് ഉണ്ട്, അതിലേക്ക് നിങ്ങൾ ഇപ്പോൾ പോകണ്ട. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേർബിനെ കുറിച്ചിട്ടാണ്. ഏറ്റവും ലാസ്റ്റ്, അതായത് ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും ലാസ്റ്റ്, 4th വൺ, വേർബ്. വേർബ് എന്ന് പറയുമ്പോൾ സിംപ്ലി ഇറ്റ് ഈസ് ആൻ ആക്ഷൻ. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ആക്ഷനാണ്, ഒരു പ്രവൃത്തിയാണ് അല്ലേ, പ്രവൃത്തിയാണ്. വേർബ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ മലയാളം ക്രിയ, പ്രവൃത്തി എന്നുള്ള മീനിങ് ആണ് വേർബ്. വേർബ് ഈസ് ആൻ ആക്ഷൻ. സോ ഇറ്റ് ടെൽസ് അബൌട്ട് ആൻ ആക്ഷൻ വിച്ച് ഈസ് ഡൺ ബൈ ദി സബ്ജക്റ്റ്. അതായത് സബ്ജക്റ്റ് എന്നത് ഇവിടെ ഉദ്ദേശിച്ചത് നൗൺ, ഒരാൾ. അപ്പോൾ അയാൾ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയെയാണ് ഇവിടെ വേർബ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ വേർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവൃത്തി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹീ ഡ്രിങ്ക്സ് വാട്ടർ. ഹീ ഡ്രിങ്ക്സ് വാട്ടർ. അപ്പോൾ അവിടെ ഡ്രിങ്ക്സ് എന്ന് പറയുന്നതാണ് പ്രവൃത്തി. അവൻ വെള്ളം കുടിക്കുന്നു. അവിടെ കുടിക്കുന്നു എന്ന് പറയുന്നതാണ് പ്രവൃത്തി. ഓക്കെ. സോ ദെൻ നെക്സ്റ്റ് ഹി റാൻ ടു സ്കൂൾ. ഹി റാൻ ടു സ്കൂൾ. ദർ വി ക്യാൻ സി ദാറ്റ് റാൻ, ഓടി എന്നുള്ളതാണ് പ്രവൃത്തി. ഓക്കെ. ഹി റാൻ ടു സ്കൂൾ, ഓടിപ്പോയി, അങ്ങോട്ട് സ്കൂളിലേക്ക് പോയി, ഓടി എന്നുള്ളതാണ് അവിടെ വെർബായിട്ട് വരുന്നത്. സോ വേർബ് സിംപ്ലി വി ക്യാൻ സേ ഇറ്റ് ആസ് എൻ ആക്ഷൻ. അതൊരു ആക്ഷനാണ്, സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വേർബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി ഈ വേർബിലെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അതിലിപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നോക്കാം. ഈ ഒരു 2 ക്ലാസിഫിക്കേഷൻ പറയാറുണ്ട് സാധാരണ, ഓക്സിലറി വേർബും മെയിൻ വേർബും. അതല്ലാതെ പിന്നെ വേറെ എന്ത് പറയാറുണ്ട്? വേറെ വേർബ് ഫോം ഉണ്ട്, V1 V2 V3 എന്ന് പറഞ്ഞിട്ടുള്ള ഫോം ഉണ്ട്. നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേർബിൽ ഓക്സിലറി വേർബും ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ വേർബും ഉണ്ട്. ഓക്കെ. ഓക്സിലറി വേർബും ഉണ്ട്, മെയിൻ വേർബും ഉണ്ട്. ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈസ്, ആം, ആർ, വാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ
വെർബുകൾ, അതിനെയാണ് ഓക്സിലറി വെർബുകൾ എന്ന് പറയാം. മെയിൻ വെർബ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള വെർബുകളാണ്. അതിനെ ലെക്സിക്കൽ വെർബുകൾ എന്നാണ് വിളിക്കുക. ഇനി ഓക്സിലറി വെർബിന് വിളിക്കുന്നൊരു പേരുണ്ട് ഹെൽപ്പിംഗ് വെർബ്സ്. അത് ആ പേര് പോലെ തന്നെ സഹായിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ഹീ ഈസ് ഡ്രിങ്കിങ് വാട്ടർ എന്നുള്ളൊരു സെൻറ്റൻസ്, ഹീ ഈസ് ഡ്രിങ്കിങ് വാട്ടർ എന്നുള്ളൊരു സെൻറ്റൻസിൽ ഡ്രിങ്കിങ് എന്നുള്ളത് മെയിൻ വെർബാണ്. അതാണ് മെയിൻ പരിപാടി. ഓക്കെ, ഡ്രിങ്കിങ്. അതിനെ സഹായിക്കുന്ന ഒരു ചെറിയ കുഞ്ഞു വെർബാണ്, ഒരു ഹെൽപ്പിംഗ് വെർബാണ് ഈസ് എന്ന് പറയുന്നത്. ഹീ ഈസ് ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, അവൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ ഹീ ഈസ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുമ്പോൾ മെയിൻ വെർബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ആരവിടെയുണ്ട്, ഈസ് അവിടെയുണ്ട്. ആ ഈസ് അവിടെ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് എന്തല്ല, കറക്റ്റ് അല്ല. സോ ഈ ഓക്സിലറി വെർബിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെൻറ്റൻസ് കറക്റ്റ് ആക്കുക, മെയിൻ വെർബിൻ്റെ കൂടെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ട് സെൻറ്റൻസ് കറക്റ്റ് ആക്കുക, ഹെൽപ്പ് ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ് അതിനെ ഹെൽപ്പിംഗ് വെർബ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് അത് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ. സോ സംഭവം ഈ ഇന്നിപ്പോൾ പറഞ്ഞ 4 പാർട്സ് ഓഫ് സ്പീച്ചുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊന്ന് ഓർത്ത് വെക്കുക. ആദ്യം നമ്മൾ പറഞ്ഞത് പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്നുള്ളതാണ്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് വേർഡ്സ്, റൈറ്റ്? അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് വേർഡ്സ്. കളക്ഷൻ ഓഫ് വേർഡ്സ് അല്ല, കളക്ഷൻ ഓഫ് വേർഡ്സ് ഞാൻ മാറി പറഞ്ഞു പോയതാണ്. കളക്ഷൻ ഓഫ് വേർഡ്സ് അല്ല, നേരെ മറിച്ച് ഇത് ഒരു ക്ലാസിഫിക്കേഷനാണ്, അതല്ലെങ്കിൽ ഒരു ഡിവിഷനാണ്. വേർഡ്സിൻ്റെ ഒരു ഡിവിഷൻ അതല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ, അതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഈ പാർട്സ് ഓഫ് സ്പീച്ച് 8 എണ്ണം ഉണ്ട്, നമ്മൾ ഡിസ്കസ് പറഞ്ഞു. ആ 8 എണ്ണത്തിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 4 പാർട്സ് ഓഫ് സ്പീച്ചുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ നൗണ് വന്നു, അഡ്ജക്റ്റീവ് വന്നു, അതുപോലെ തന്നെ പ്രനൗണ് വന്നു, അതുപോലെ വെർബും വന്നു. ഇനി നൗണിൻ്റെ കേസിലാകട്ടെ, നൗണിനെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടായി. നൗണിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തിരുന്നു. പ്രോപ്പർ നൗൺ, അതുപോലെ തന്നെ കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ ആൻഡ് ഫൈനലി അബ്സ്ട്രാക്റ്റ് നൗൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു 4 പാർട്സ് ഓഫ് സ്പീച്ചുകളാണ് നമ്മൾ നോക്കിയത്. സോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് പോകണ്ട, ജസ്റ്റ് ഒരു ഔട്ടർ ലെയർ മീനിങ് അല്ലെങ്കിൽ അത്തരത്തിലൊരു കോംപ്രിഹെൻഷൻ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, സോ ഇനി അടുത്തൊരു ക്ലാസ്സിൽ 4 ബാക്കിയുള്ള പാർട്സ് ഓഫ് സ്പീച്ചുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us stop this class. Bye all.